ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും സാദര പ്രണാമം. വൈശാഖമാസം, വ്രതശുദ്ധി നിറയണ വൈശാഖമാസം. വൈശാഖമാസത്തെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? സാധാരണ മാസങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖമാസം. ഒത്തിരി പേർക്കൊക്കെ വൈശാഖമാസത്തെ മഹാത്മ്യത്തെക്കുറിച്ച് അറിയാം. ചുരുക്കം ചിലർക്ക് അറിയാത്ത പേരും ഉണ്ടാവും. ഒന്ന് നോക്കിയാലോ വൈശാഖ വ്രതശുദ്ധിയുടെ മഹാത്മ്യം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം. സർവവിദ്യകളിൽ ശ്രേഷ്ഠമായ വേദം എന്നതുപോലെ സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവം എന്നതുപോലെ സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷം എന്നതുപോലെയും സർവനദികളിൽ ശ്രേഷ്ഠമായ ഗംഗ എന്ന പോലെയും സർവപക്ഷികളിൽ ശ്രേഷ്ഠനായ ഗരുഡൻ എന്ന പോലെയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായ കൗസ്തുഭം എന്നതുപോലെയും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖ മാസമാണ്. വൈശാഖ മാസത്തിലെ 30 ദിവസവും പുണ്യദിനങ്ങളാണ്. വൈശാഖത്തിലെ സ്നാനം, ദാനം, വിഷ്ണുപൂജ എന്നിവയുടെ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മപുരാണം, സ്കന്ദപുരാണങ്ങളിലൊക്കെ തന്നെ കാണാം. വൈശാഖത്തിൽ പ്രഭാത സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. മഹാവിഷ്ണു പ്രീതി നേടാൻ വൈശാഖ സ്നാനത്തിന് തുല്യമായ മറ്റു കർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും കിണറുകളിലും ജലാശയങ്ങളിലെല്ലാം തന്നെ സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക വരെ ഉണ്ടാവും എന്നതിനാൽ പ്രഭാത സ്നാനം സർവ്വതീർത്ഥ സ്നാന ഫലം നൽകുന്നു. പത്മപുരാണവും സ്കന്ദപുരാണവും ഒക്കെ തന്നെ ഇതിൻ്റെ മഹത്വം പറയുന്നു. ദാനധർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് വൈശാഖ മാസം. വൈശാഖ മാസത്തിലെ ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ജലദാനമാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്തു വലഞ്ഞു വരുന്ന പഥികർക്ക് വിശ്രമിക്കാൻ വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും നിർമ്മിച്ച് ജലം ദാനം ചെയ്യുന്നതും യാത്രികർക്ക് ഛത്രം, കുട, പാദുകം, ചെരുപ്പ്, വ്യഞ്ജനം, വിശറി, അന്നം, ആഹാരം, പര്യങ്ക, കിടക്ക, കമ്പളം, പുതപ്പ്, തണുപ്പു നൽകുന്ന കർപ്പൂരം, ചന്ദനം, ഗരോചനം, കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും പുണ്യദായകമാണ്. ഗ്രീഷ്മ ഋതുവിൽ വേനൽക്കാലം ആണ് വൈശാഖമാസം. വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജലം, ജലഛത്ര, പാദുക, വ്യഞ്ജന, അന്നദാനങ്ങൾ തന്നെ. ഇതു മനസ്സിലാക്കിയാവണം വൈശാഖ മാസത്തിലെ ദാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വൈശാഖ മാസം കേരളത്തിലും നല്ല ഭക്തിപൂർവ്വം ആചരിക്കുന്നു. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങൾ വൈശാഖ പുണ്യകാലം ആചരിച്ചു വരുന്ന പതിവുണ്ട്. സ്കന്ദപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ടു രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ്. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ 30 ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായി പാരായണം ചെയ്യുക എന്നതാണ് രീതി. ഭാഗവത പാരായണം, സപ്താഹം, വിഷ്ണുപുരാണ പാരായണം, നീലാപെരിയാർ, പമ്പ തുടങ്ങിയ നദികളിലും പുണ്യതീർത്ഥങ്ങളിലും സ്നാനം, ശ്രാദ്ധം, തർപ്പണം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ ഒക്കെ ഈ മാസം പുണ്യദായകമായി കരുതപ്പെടുന്നു. ചക്കയും മാങ്ങയൊക്കെ ധാരാളം ഈ മാസത്തിൽ ഉണ്ടാവുമല്ലേ. ചക്കയും മാങ്ങയൊക്കെ ഒരുപാടുണ്ടാവുന്ന ഈ അവസരങ്ങൾ വഴിയാത്രക്കാർക്കും മറ്റു ആവശ്യക്കാർക്കും ദാനം ചെയ്യുന്നത് പുണ്യദായകമാണ്. ജലദാനവും അന്നദാനവും വൈശാഖ മാസത്തിൽ അതീവ പുണ്യദായകങ്ങളായി കരുതപ്പെടുന്നതിനാൽ തണ്ണീർ പന്തലുകളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ജലവും സംഭാരവും
പാഥേയവും നൽകി യാത്രികരെ സമാശ്വസിപ്പിച്ചു പോരുന്നു. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമജപം, ഹരേ കൃഷ്ണ നാമജപം, ദാനം നൽകൽ എന്നിവയും കേരളത്തിലെ പുണ്യശാലികൾ അനുഷ്ഠിച്ചു വന്നിരുന്നു. അതുപോലെ നമ്മൾക്കും നാമജപവും കഴിയുന്ന ദാനധർമ്മങ്ങളിലും പങ്കുകൊള്ളാം. വൈശാഖമാസം മുഴുവനും വിഷ്ണുവിനെ പൂജിച്ചാൽ 1 വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കുന്നു. പ്രാതസ്നാനവും ജപവും ചെയ്തു, ഏകാദശി നോറ്റു, വിഷ്ണു നിവേദ്യം ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി ഉപവാസാദികൾ അനുഷ്ഠിച്ചു വൈശാഖവ്രതം ആചരിക്കാം. വൈശാഖ മാസത്തെ മഹാത്മ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വൈശാഖ മാസം നമ്മൾക്ക് അറിഞ്ഞു വരവേൽക്കാം. ഇത്രയും ചെറിയ ഒരു കാര്യമല്ല വൈശാഖ മാസം. എന്തായാലും ഈ വൈശാഖത്തെ നമുക്ക് പുണ്യമാസത്തെ സന്തോഷത്തോടെ വരവേൽക്കാം. ഹരേ കൃഷ്ണ. ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു.